നമസ്കാരം. ശ്രീരാഗം രുചിക്കുട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. കൂടാതെ ചിത്തിര ദിനാശംസകളും നേരുന്നു. നമ്മുടെ ഇന്നത്തെ വിഭവം അവിയലാണ്. ഓണത്തിനൊക്കെ സദ്യക്കൊക്കെ ഒഴിച്ച് കൂട്ടാൻ പറ്റാത്ത ഒരു വിഭവമാണ് സദ്യക്കൊക്കെ അവിയൽ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കുട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അവിയൽ വിഭവത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ അവിയലിന് വേണ്ടിയിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് പയർ നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പച്ചപ്പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീൻസും കൊത്തമരയും കൂടി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ വെള്ളരിക്കയും കുമ്പളങ്ങയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക്, പിന്നെ മുരിങ്ങക്കോല്, അതുപോലെ പടവലങ്ങ, അതുപോലെ നമ്മുടെ ചേന, പിന്നെ കായ, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, നമ്മൾ കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് നാളികേരം അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നാളികേരം, ലേശം കടുക്, അതുപോലെ തന്നെ നമ്മുടെ ജീരകം, പച്ചമുളക്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കാം. ഓണത്തിനൊക്കെ ഒരു മെയിൻ വിഭവമാണ് അവിയൽ, നമ്മൾ സദ്യക്കൊക്കെ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു അവിയൽ. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഉരുളിയിലാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഉരുളി ഇല്ലാത്തതുകൊണ്ട് ചീഞ്ചട്ടി നമ്മൾ അടുപ്പത്ത് എടുത്ത് വെച്ചേക്കാണ്. അതിലേക്ക് നമുക്ക് ചേന ഇടാം. ഇനി നമുക്ക് അതിലേക്ക് ക്യാരറ്റ്, കാരണം നമുക്ക് ചേനയും ക്യാരറ്റൊക്കെ നന്നായിട്ട് വേവുള്ളത് കൊണ്ടാണ് നമ്മൾ അത് ഫസ്റ്റ് ഇടുന്നത്. ഇനി നമുക്ക് ബീൻസും കൊത്തമരയും കൂടി അതിലേക്ക് ഇടാം. അതുപോലെ തന്നെ നമ്മുടെ പച്ചപ്പയർ നമുക്കിടാം. ഇനി നമുക്ക് കായ എടുത്തിടാം. അതുപോലെ തന്നെ പടവലങ്ങ നമുക്ക് എടുത്തിടാം. നമ്മൾ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ അളവ് നമുക്ക് വേണം. കുറച്ച് പച്ചമുളക് അതിലേക്കിടാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച കുമ്പളങ്ങയും വെള്ളരിക്കയും കൂടി ഇടാം. നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ് ഇടാം. ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തിരുമാം. കാരണം പാത്രം വലുതായതുകൊണ്ട് നമുക്ക് ഇത്തിരി ഇതുണ്ടാകും. ഇനിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വേണം നമുക്ക് തിരുമാൻ. ഇത് നമുക്ക് ഇല വെച്ചൊക്കെ അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ വാഴയില ഉണ്ടല്ലോ, വാഴയില തൂശനില വെച്ച് നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ, വേവാൻ വേണ്ടി അടച്ചു വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാലും നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുത്തതിലേക്ക് എടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമുക്ക് മുരിങ്ങക്കോലും കൂടി അതിലേക്ക് ഇടാം. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് നമുക്കത് വേവിക്കാം. മിക്സിയുടെ ജാറ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരയ്ക്കാനുള്ള നാളികേരം, അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്, ജീരകം, കടുക് ഇതെല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് അരയ്ക്കണ്ട, ചതച്ചെടുത്താൽ മതി. നമ്മുടെ നാളികേരം ഇവിടെ ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മുടെ പച്ചക്കറിയൊക്കെ വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം. നമ്മൾ പച്ചക്കറിയൊക്കെ അടുപ്പത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു പാത്രം വെച്ചാണ് അടച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് ഉരുളിയിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് തൂശനില വെച്ചൊക്കെ അടച്ച് വെക്കായിരുന്നു. നല്ല ടേസ്റ്റാണ് അങ്ങനെ അടച്ച് വെച്ച് വേവിച്ച് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇത് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നാളികേരമൊക്കെ ചേർക്കാം. പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച ആ അരപ്പ്
നമ്മുടെ ചതച്ച് വെച്ച അത് നമുക്ക് അതിലേക്ക് കൂട്ടാം. നമുക്ക് കൂട്ടിയിട്ട് നമുക്ക് ഇളക്കാം. നമ്മൾ വെണ്ണ പോലെ ഒന്നും അരക്കേണ്ടത്, നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി. അവിയലിന് അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചതച്ച് എടുക്കുന്നതിൽ എന്തൊക്കെ ചേർക്കണമെന്ന്. അതായത് നമ്മളൊരു നാളികേരം, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ജീരകം, കുറച്ച് പച്ചമുളക്, കടുക്, ഇത്രയും ചേർത്ത് വേണം നമ്മൾ ചതച്ചെടുക്കാൻ. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അവിയൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാം. തൈര് ഒഴിച്ച് നമുക്ക് റെഡിയാക്കാം. ഇതൊക്കെ ഇട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തൈര് ഒഴിക്കാം. കുറച്ച് ലേശം തൈര് ഒഴിച്ചാൽ മതി, അധികം വേണ്ട. കുറച്ച് നമുക്കൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഒഴിക്കുന്നത്. ചില സ്ഥലത്ത് തൈര് ഒഴിക്കില്ല, നമ്മളൊക്കെ തൈര് ഒഴിക്കും. തൈര് ഒഴിച്ചൊന്ന് ഇളക്കും നമ്മൾ. എന്നിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് പൊത്തി വയ്ക്കാം. എന്നിട്ടൊന്ന് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. നമുക്ക് നാടൻ കറിവേപ്പില അതിലേക്ക് നമുക്കിടാം, വിതറിയിടാം. എന്നിട്ടൊന്ന് ഇളക്കാം. നമുക്കത് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട്. എന്നിട്ട് പൊത്തി റെഡിയാക്കി വയ്ക്കാം. നമുക്ക് നല്ലൊരു അവിയലാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓണക്കാലത്തൊക്കെ നമുക്ക് സദ്യക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു വിഭവമാണ് അവിയൽ. നമ്മുടെ അവിയലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഓണക്കാലത്തൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കാം. ഓണക്കാലത്തൊക്കെ നമുക്ക് സദ്യക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു വിഭവമാണിത് അവിയൽ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അവിയലാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നാളെ ചോദ്യദിനത്തിൽ നല്ലൊരു വിഭവമായി എത്താം. നന്ദി, നമസ്കാരം. ഏവർക്കും ഓണാശംസകളോടെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനി ഇരട്ടി മനോഹാരിതയും സമ്പൂർണ്ണ സുരക്ഷിതത്വവും. വീടുകളും കമേഴ്ഷ്യൽ സ്പേസുകളും ഒരുക്കാൻ ഇനി 2 പ്രമുഖ ബ്രാൻഡുകൾ ഒന്നിക്കുന്നു. ലോകോത്തര നിലവാരത്തിലുള്ള ഇന്റീരിയർ ഡിസൈനിംഗ്, കപ്പോർഡ് വർക്കുകൾ, ഗ്ലാസ് പാർട്ടീഷനുകൾ, ഫർണിച്ചർ സൊല്യൂഷൻസുമായി SV ഇന്റീരിയോ. ഒപ്പം 10 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ബിൽഡിംഗുകൾക്ക് ആവശ്യമായ AC, ഇലക്ട്രിക്കൽ, ഫയർ ആൻഡ് സേഫ്റ്റി, CCTV, IT സർവീസുകൾ എന്നിവയൊരുക്കാൻ കൂൾ സ്റ്റാർ മെക്കാനിക്കൽസ്. ഇന്റീരിയർ സൗന്ദര്യവും ടെക്നിക്കൽ പെർഫെക്ഷനും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. SV ഇന്റീരിയോ ആൻഡ് കൂൾ സ്റ്റാർ മെക്കാനിക്കൽസ്, യുവർ കംപ്ലീറ്റ് ബിൽഡിംഗ് സൊല്യൂഷൻ. കോൺടാക്ട് 8921 9128 58 8848 960 007.